ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ടയുടെ ആക്റ്റീവ 60 വണ്ടി. അതിൻ്റെ ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ സീറ്റ് ലോക്ക് കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല, ബ്രേക്ക് കുറവ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് 1-2 കംപ്ലയിൻസുകൾ കിട്ടിയെന്ന് വെച്ചാൽ ഹാൻഡിൽ നമുക്ക് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ഹാൻഡിലിൻ്റെ ബെയറിങ് നമുക്ക് ടൈറ്റായിട്ട് വണ്ടി ഹാൻഡിൽ ഒരു ചെറിയ ബലം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് തൽക്കാലം ഞാനത് അഴിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ടാണ് കുഴപ്പമില്ലാതെ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം. പിന്നെയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടയറുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ അവസ്ഥയാണത്, തീർന്നേക്കണ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലത്തെ ടയറും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിലത്തെ ടയറും ഫുള്ള് സെൻറ്ററിൽ അതിൻ്റെ കട്ടയൊക്കെ നോക്കുമ്പോൾ ഫുള്ള് കട്ട തീർന്നേക്കണാണ്. സൈഡിലെ ഗ്രൂവ് നോക്കണ്ട, സെൻറ്റർ ഭാഗത്ത് ഫുള്ള് കട്ടയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് ഈ 2 കംപ്ലയിൻറ്റും കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു പാളിച്ച നമുക്ക് ഫീൽ ചെയ്യുക. ഫ്രണ്ട് ഭാഗത്തൊന്നും ഹാൻഡിൽ ഒരു വെട്ടുന്ന ഒരു ഫീൽ കാണിക്കുന്നത്, വെട്ടുന്നത് വെച്ചാൽ ഹാൻഡിൽ നല്ല ബലം അനുഭവപ്പെടുന്നത്, വണ്ടി പാളി പോകുന്ന പോലെ കാണിക്കുന്നത് ഈ 2 കംപ്ലയിൻറ്റും ഉണ്ടാകും. ഫ്രണ്ടിലത്തെ ടയർ കുറച്ചും കൂടി ഉണ്ട്, ബാക്കിലത്തെ തീരെ തീർന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഹാൻഡിലിൻ്റെ ബെയറിങ് നമ്മൾ ചെറുതായിട്ടൊന്ന് ലൂസാക്കി ഇട്ടിട്ടുണ്ട്. ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായുള്ളൂ, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ വേറെ കംപ്ലയിൻറ്റ് സീറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് പറയുന്നത്. സീറ്റ് കൃത്യമായിട്ട് അടയുന്നില്ല എന്നുള്ളത്. അത് ശരിക്കും സീറ്റിൻ്റെ ക്യാച്ചറാണ് എൻ്റെ കംപ്ലയിൻറ്റ് വരാൻ കാരണം കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ട് പുതിയത് പിടിപ്പിക്കുന്നുണ്ട്. അത് കറക്റ്റ് പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് വെച്ച് അടച്ചാലാണ് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ ഡാമേജ് വന്ന് പോകും കേട്ടോ. അത് കൃത്യമായിട്ട് എൻ്റെ ലെഗുകൾ സീറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആയിട്ട് വേണം നമ്മൾ ലോക്ക് ചെയ്യാനായിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് കാണിച്ചു തരാം. അതെങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. നമ്മൾ റഫായിട്ട് യൂസ് ചെയ്യുമ്പോൾ വന്നാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും കട്ടി കുറവായിട്ടുള്ള ടൈപ്പ് ലോക്കാണ് തന്നെ വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മൾ അതിന് മുമ്പ് സർവീസിൽ റിപ്പയറിങ് ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ഓയിൽ സീൽ ലീക്കായിട്ട് നമ്മൾ അഴിച്ച് ഫോർക്ക് ഓയിൽ സീലൊക്കെ മാറ്റിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഹാൻഡിലിൻ്റെ ബെയറിങ്, അതായത് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ഭാഗം നമ്മളൊന്നും ചെയ്തിട്ടില്ല, അഴിക്കുകയോ മാറ്റുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിലയിൽ അത് കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ടേണത്. കൂടുതൽ പ്രശ്നം കാണിക്കുന്ന സമയത്ത് നമുക്കത് അഴിച്ച് മാറ്റിക്കളയാം. അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ടയറിൻ്റെ കേസും ശ്രദ്ധിക്കുക. 2 ടയറും തീർന്ന ഒരവസ്ഥയിലാണ്. ഫ്രണ്ടിലത്തെ വേണമെങ്കിൽ ഒരു അല്പം കൂടി ഓടിക്കാമെന്ന് മാത്രം, ബാക്കിലത്തെ തീരെ തീർന്നേ നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയത്തെ ഞാനിപ്പോൾ സീറ്റ് ലോക്കും അതൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര വരും നോക്കിയിട്ട് എൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വെറും കംപ്ലീറ്റ് ആക്കുമ്പോൾ വിളിച്ചോളൂ കേട്ടോ.